വീടെന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഒരു ഇമോഷനാണ്. ആ ഇമോഷൻ്റെ ഭാഗമായിട്ട് ഒരു റിനോവേഷൻ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ആ റിനോവേഷൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഒരു 100 വർഷം പഴക്കമുള്ളൊരു വീടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. വീടെന്ന് പറയുന്ന സംഭവം ആർക്കും പൊളിച്ചു കളയാനായിട്ട് ആഗ്രഹം ഉണ്ടാവില്ല. അത് റിനോവേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. നമ്മളുടെ ഇവിടുത്തെ ക്ലയൻറ്റിന് ഈ വീട് പൊളിക്കാനായിട്ട് യാതൊരു താല്പര്യം ഉണ്ടായില്ല. കാരണം പുള്ളിയുടെ പേരൻസായിട്ടും ഫാദറായിട്ടും ഒക്കെ ഇവിടെ താമസിച്ചൊരു വീടാണ്. അതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീട് പഴയതിനെ കഴിഞ്ഞ് ഭംഗിയായിട്ട് മനോഹരമായിട്ട് നിർത്തണം എന്നോട് പറഞ്ഞു. അത് xlinteriors ഏറ്റെടുത്തു. ഏകദേശം 100 വർഷം പഴക്കമുള്ളൊരു വീടാണിത്. പല ഭാഗത്തായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് ഒരു കാർ പോർച്ച്, അതുപോലെ സൈഡിലേക്ക് ഒരു ഒരുപാട് എക്സ്റ്റൻഷൻ വന്നൊരു വീടാണ്. അപ്പോൾ അതിൻ്റെ റൂഫെല്ലാം വളരെ മോശമായിട്ടിരുന്നതാണ്. കംപ്ലീറ്റ് റൂഫ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. റൂഫെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് GI ഫ്രെയിം വെച്ചിട്ട് അതിൽ പഴയ ഓട് തന്നെ നമ്മൾ ചെയ്തിരിക്കുകയാണ്. പഴയ ഓട് നമ്മൾ ഒരു ചെറിയ കോസ്റ്റിലേക്ക് നമുക്ക് കിട്ടി. അതുകൊണ്ട് അത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മോപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മോപ്പ് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ ചെയ്തിട്ട് അത് പെയിൻറ്റ് ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു പൂമുഖമായിട്ട് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു കണക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേക്കുന്നതാണ്. ഇവിടെ ഒരു ചാരുപടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചാരു ബെഞ്ചും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്നത് വളരെ വിശാലമായ പാടശേഖരങ്ങളൊക്കെയാണ്. അതേപോലെ നല്ല വിശാലമായ ഗാർഡനൊക്കെയാണ് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത്. ഈ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ പൂമുഖത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ആത്താങ്കുടി സ്റ്റൈലിലുള്ള ഒരു ടൈലാണ്. ഇത് നോർമൽ സെറാമിക് ടൈലാണ്. നമുക്കിത് അധികം കോസ്റ്റ് ഇല്ലാതെ തന്നെ സെറാമിക്കിൽ നമുക്ക് കിട്ടും. അഡീഷണൽ പോളിഷിംഗ് ഒന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് സാധാരണ ടൈൽ ലേ ചെയ്യുമ്പോൾ തന്നെ ലേ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ എപ്പോക്സ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് ഏരിയ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്താണ്. അപ്പോൾ നമ്മൾ ചെയ്തത് സിമ്പിളായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പില്ലർ റെഡിമെയ്ഡായിട്ട് കോൺക്രീറ്റിൽ വരുന്ന പില്ലറാണ്. ഹോളോ ആയിട്ട് കോൺക്രീറ്റിൽ നമുക്ക് കിട്ടുന്ന പില്ലറാണ്. ഈ പില്ലർ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് അത് ഇൻസൈഡിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ട് ഇത് പോളിഷ് ചെയ്തേക്കുവാണ്. ഇത് സ്റ്റെയിൻ ചെയ്ത് പോളിഷ് ചെയ്തേക്കുവാണ്. അത് വുഡ് പോലെ ഒരു ഫീൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും നമ്മൾ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡും ലാമിനേഷനും വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് പഴയ വീടാണ്. അതുപോലെ പഴയ കല്ലാണ്. അത് ചെതലിൻ്റെ പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. നമ്മൾ പെസ്റ്റ് കൺട്രോൾ ചെയ്തതാണ്. എന്നാൽ പോലും ചെതൽ വരാത്ത രീതിയിലുള്ള മെറ്റീരിയലാണ് നമ്മളെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. പാനലിംഗ് ഇത് മൾട്ടിവുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെതലിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ ഫിനിഷ് നമുക്ക് എല്ലാം മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു വുഡൻ ഫിനിഷ് തന്നെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. ചാരുപടി പൊതുവേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇരിക്കാൻ വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ചാരുപടി. ചാരുപടി സിമെന്റിൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫിനിഷിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ടീക്കൂഡിൽ ചെയ്തിരിക്കുന്നതാണ്. ടീക്കൂഡിൽ CNC കട്ട് ചെയ്തിട്ടാണ് ഈ സംഭവമൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതൊരു നമ്മൾ കറക്റ്റ് ചാരി ഇരിക്കാവുന്ന കംഫർട്ടായിട്ട് ചാരി ഇരിക്കാവുന്ന ഒരു ലെവലിലാണ് നമ്മളത് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ട്രഡീഷണൽ വീടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മച്ച് വേണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അത് പുറത്തേക്ക് ഒരു മച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരുന്നു. പിന്നെ തടിയൊക്കെ നമുക്ക് കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതൊരു സിമ്പിളായിട്ടൊരു രീതിയിൽ ചെയ്തേക്കുന്നതാണ്. ഇത് GI ഫ്രെയിമിൽ മേളിൽ നമ്മൾ മൾട്ടിവുഡ് ലാമിനേറ്റഡ് ഷീറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. xlinteriors ഫാക്ടറി തന്നെ ചെയ്ത മൾട്ടിവുഡ് ലാമിനേറ്റ് പ്രസ് ചെയ്ത ഷീറ്റ് നമ്മൾ മുകളിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ് കുറച്ച് നമുക്ക് നല്ല ഫിനിഷിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതൊരു പഴയ വീടാണ്. ആ പഴമ നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ സ്ട്രക്ചർ മൊത്തം എടുത്ത് കളഞ്ഞിട്ട് GI ഫ്രെയിമിലാണ് ഇവിടെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ സ്ട്രക്ചർ GI ഫ്രെയിമിൽ ചെയ്തിട്ട് അതിൽ പഴയ ഓട് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഈ ഓട് നമ്മൾ ഒരേപോലത്തെ ഓട് ഡബിൾ ഗാഡിയുള്ള ഓട് നമുക്ക് കളക്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ കോസ്റ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓട് നമുക്ക് ചോരുന്ന പ്രശ്നം വരുന്നത് മെയിനായിട്ടും ഈ പട്ടിക ചീത്തയായിട്ട് വളഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഈ GI ഫ്രെയിം ആയതുകൊണ്ട് ഈ പട്ടിക വളയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കാലാകാലം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കും. നമ്മൾ ഈ വീടിന് ഒരു റാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. അതുപോലെ കുറച്ച് പ്രായ ആൾക്കാർക്കോ അല്ലെങ്കിൽ വീൽ ചെയർ വരുന്ന ആൾക്കാർക്കോ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട് പ്ലാൻ ചെയ്യുമ്പോൾ സൈഡിൽ എവിടെയെങ്കിലും ഒരു വീൽ ചെയർ ആക്സസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങനെയുള്ള പർപ്പസും കൂടെ മീറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ വീടിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഇത് മണിച്ചിത്രത്താഴ് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മളൊരു പ്രാവിൻ്റെ ഡിസൈൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഫുൾ ബ്രാസിൽ ചെയ്തിരിക്കുന്ന ഒരു മൺചിത്രത്താഴാണ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ചെറിയ നിലവിലുണ്ടായിരുന്ന തന്നെ ഒരു ഡോർ ആയിരുന്നുകൊണ്ട് തന്നെ അതിന് കുറച്ച് വലുപ്പം കുറവാണ്. എന്നാൽ പോലും ഡോറെല്ലാം നമ്മൾ മാറ്റി പുതിയ ഡോർ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ സീലിംഗ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പഴയ മച്ച് തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു ബ്രൗൺ കളറിലേക്ക് മാറ്റി ക്ലിയർ ആക്കി പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫ്ലോറിങ് സാധാരണ സിറാമിക് ടൈലാണ്. ഇതൊരു കോട്ട സ്റ്റോണിൻ്റെ ഒരു സ്റ്റൈൽ വരുന്ന രീതിയിൽ ഏകദേശം ആ കളറിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ടൈലിൻ്റെ ഗ്യാപ്പിൽ എപ്പോക്സ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ ലേ ചെയ്തിരിക്കുന്നത് ഒരു ഡയമണ്ട് ഷേപ്പിലാണ്. ഇത് ഫുള്ള് ഈ വീടിൻ്റെ ഇൻസൈഡിൽ കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലാണ് ഇത് നമ്മൾ ലേ ചെയ്തേക്കുന്നത്. ഇവിടുത്തെ വാൾ നമുക്ക് നോക്കിയാൽ അറിയാം. വാൾ പ്ലെയിൻ വാളാണ്. ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല. എല്ലാം ക്രാക്കും സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇത് പണ്ടത്തെ കാലത്ത് സുർക്കി എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഭിത്തികളാണ്. അപ്പോൾ ഈ ഭിത്തിയിൽ ഒരുപാട് ക്രാക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് ലെവൽ ചെയ്തെടുത്തേക്കുന്നതാണ്. ഇത് എക്സ്റ്റീരിയർ പുട്ടിയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് യാതൊരു പ്രശ്നം വരാത്ത രീതിയിലാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ബോക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതൊരു നമ്മുടെ ഒരു ഡിസൈൻ ഒരു പഴയ പാറ്റേൺ ഒരു ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ സിമ്പിളായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള
ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് ചെതലിൻ്റെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ എക്സൽ ഇൻറ്റീരിയേഴ്സിൻ്റെ ഫാക്ടറിയിൽ ചെയ്തിട്ട് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ട് ജസ്റ്റ് ഫിറ്റ് ചെയ്തേക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവിടെ ഫിനിഷ് ചെയ്തിട്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ വാഷ് ഏരിയയാണ്. വാഷ് ഏരിയയിൽ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും 2 വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ ഒരു ചാർത്ത് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അത് നമ്മളെടുത്തിട്ട് സീലിംഗ് എല്ലാം ചെയ്ത് ക്ലിയറാക്കി അതേപോലെ ടൈലെല്ലാം കൊടുത്ത് വാഷ് ഏരിയ ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ഇത് നമ്മുടെ ഡൈനിങ് ഏരിയയാണ്. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു വുഡൻ ഡൈനിങ് ടേബിൾ ചെയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മച്ചിന് മേളിലേക്ക് കയറാനായിട്ട് ലാഡർ പോലെ ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് നമ്മളൊരു സ്റ്റെയർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. മെറ്റൽ ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത്. മെറ്റൽ ഫ്രെയിം ചെയ്തിട്ട് ഇതിൽ മൾട്ടിവുഡ് കൊണ്ട് ലാമിനേറ്റ് ചെയ്ത ബോർഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടോപ്പ് മാത്രം നമ്മൾ ഹാർഡ്വുഡ് ചെയ്തിട്ടുണ്ട്. ഇത് മെറ്റൽ ലെഗാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റൽ ലെഗ് കൊടുത്തിട്ട് ടോപ്പ് റെയിലും നമ്മൾ വുഡായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്രോക്കറി ഷെൽഫ് ഇതിൻ്റെ അടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിന് ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തെങ്കിലും സാധനം ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിന് താഴ്ഭാഗത്തും നമ്മൾ സ്റ്റോറേജ് ഉണ്ട്. ഇത് നമ്മൾ ഇൻവെർട്ടർ വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ വയ്ക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പഴയ വീടുകളിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഒരുപാട് ബെഡ്റൂംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പാസേജുകളൊക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. ഇത് നീളമുള്ളൊരു പാസേജായിരുന്നു. ഇത് കുറച്ച് വീതി കുറവായിട്ട് നീളമുള്ളൊരു പാസേജായിരുന്നു. ഇതിൽ 2 ബെഡ്റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഏരിയ കിട്ടിയിട്ട് 2 ബെഡ്റൂമാക്കി നമ്മൾ സെറ്റ് ചെയ്തേക്കണം. ഇത് ചെറിയ റൂമാണെങ്കിൽ പോലും നമ്മൾ ഇതിലൊരു ചെറിയ കബോർഡും അതേപോലെ ഡ്രസ്സിങ് യൂണിറ്റും അതേപോലെ ജസ്റ്റ് ഒരു ടേബിളും അതിൻ്റെ ഒരു ബുക്ക് ഷെൽഫും പോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എക്സൽ ഇൻറ്റീരിയേഴ്സിൻ്റെ ഫാക്ടറിയിൽ നമ്മൾ ചെയ്ത ആ സെയിം കിച്ചണാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ കണ്ടത് ഈ ബോക്സും അതുപോലെ ഡോറും ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രാനൈറ്റ് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഓവനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിക്കർ ബാസ്ക്കറ്റ് അതുപോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ലാഡിംഗ് ടൈൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഈ സൈഡിൽ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും കൊടുക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറേജ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് പോകുന്ന ഒരു ഫിനിഷ്. കിച്ചൺ മാക്സിമം പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് മേളിലേക്ക് നോക്കുകയാണെങ്കിൽ അറിയാം ഇവിടെ മച്ചാണ് വന്നിരിക്കുന്നത്. മച്ചിന് മുകളിൽ സ്പേസ് ഉണ്ട്. വുഡിൻ്റെ പഴയ മച്ച് നമ്മൾ നിലനിർത്തിയിരിക്കുന്നതാണ്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും നമ്മുടെ ഒരു മോഡുലാർ കിച്ചണാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ മൾട്ടിവുഡ് ലാമിനേഷനിൽ മോഡുലാർ കിച്ചൺ ചെയ്തിരിക്കുകയാണ്. ചെറിയ സ്പേസ് ഉള്ളെങ്കിലും മാക്സിമം യൂട്ടിലിറ്റി കിട്ടുന്ന രീതിയിൽ എല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കിച്ചണാണിത്. ഈസ്റ്റിലേക്ക് വരുന്ന രീതിയിൽ തന്നെ ചിമ്മിനി അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓവൻ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി വാഷും അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വാഷ് വന്നിട്ടുണ്ട്. അതേപോലെ ഫ്രിഡ്ജ് അതുപോലെ വാഷിംഗ് മെഷീൻ എല്ലാം ഈ കിച്ചണിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യം സ്റ്റോറേജും എല്ലാം കൊടുത്ത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു അഡീഷണൽ സ്റ്റോറേജ് സ്പേസും കൂടെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. കിച്ചണിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു വരാന്ത നമ്മൾ കൊടുത്തിട്ടുണ്ട്. വരാന്തയിലേക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് വിശാലമായിട്ടുള്ള പാടമാണ് കാണുന്നത്. പാടവും അതുപോലെ ഒരു തോട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് കിച്ചൻ്റെ ബാക്ക് യാർഡിലുള്ള ഒരു വരാന്തയാണ്. ലെങ്ത് വൈസ് ആയിട്ടൊരു ചെറിയ വരാന്ത നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വർക്ക് ഏരിയ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന രീതിയിലും ജസ്റ്റ് ഒന്ന് ഒരു ഗ്യാതറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വരുമ്പോൾ ജസ്റ്റ് ഇരിക്കാവുന്ന രീതിയിലാണ് ഇവിടെ പടികളൊന്നും സൈഡിൽ കൊടുക്കാതെ ഫുള്ള് ഇരിക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇതൊരു വലിയ വീടാണ്ട് തന്നെ ഇതിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കാണ്. ഇതൊരു ഗസ്റ്റ് ഏരിയ എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഈ ഡോറും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഒരു ഏരിയ ആയിട്ട് നമുക്ക് യാതൊരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ഫ്രണ്ട് ഏരിയ തന്നെയായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഏരിയയും. ഇവിടെ ഒരു വരാന്തയുണ്ട്. അതുപോലെ തന്നെ വരാന്ത കയറി കഴിയുമ്പോൾ ഒരു മൺചിത്താഴം എല്ലാം വെച്ചിട്ടുള്ള ഒരു ഡബിൾ ഡോറുണ്ട്. അതുപോലെ ഈ ഡോർ കയറി വരുമ്പോൾ ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ തന്നെ ചെറിയൊരു TV യൂണിറ്റ് സിമ്പിളായിട്ടുള്ള TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല സീറ്റിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ മോഡേണായിട്ട് റിനോവേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തൊരു ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് മച്ച് വന്നിട്ടില്ല. കുറച്ചുകൂടെ മോഡേൺ ലുക്കുണ്ട്. കുറച്ചുകൂടെ ഹൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ നമ്മൾ 2 ബെഡ്റൂമും അതുപോലെ ഒരു ലിവിങ് ഏരിയയും മാത്രമായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം ബെഡ്റൂം എല്ലാം നല്ല വലിപ്പമുള്ളതാണ്. വാഷ് ഏരിയ നമ്മൾ അറ്റാച്ച്ഡ് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ബാത്റൂമിൽ നമ്മൾ ഫൈബർ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഫ്രെയിം ഫൈബറാണ്. അതുപോലെ തന്നെ വാഷ് ഏരിയ ബോക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയ ബോക്സ് മൾട്ടിവുഡ് ലാമിനേഷനാണ്. മോഡേൺ സ്റ്റൈലിലുള്ള ടോയ്ലറ്റ് ഫിറ്റിംഗ്സ് ആണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ 4x2 സിറാമിക് ടൈലാണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഗ്ലാസ് പാർട്ടീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഡ്രൈ വെറ്റ് ഏരിയ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 2300 സ്ക്വയർ ഫീറ്റിൽ റിനോവേറ്റ് ചെയ്തെടുത്ത ഒരു വീടിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിൽ നമ്മൾ ഈ അഡീഷണൽ സെക്കൻഡ് ഡോറും നമ്മൾ ഫ്രണ്ട് ഡോർ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാൻഡ്സ്കേപ്പിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റഫ് ഫിനിഷാണ്. ജോയിൻറ്റ്സ് നമ്മൾ സിമെൻറ്റ് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ്റനൻസ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീട് വന്ന് കണ്ട സമയത്ത് വാസ്തുപരമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ ഡിസൈനിങ് എല്ലാം മുന്നോട്ട് പോയത്. അതനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ കുറച്ച് പോസിറ്റീവ് എനർജി ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ലൈറ്റിംഗ് ഇൻസൈഡിൽ കുറച്ച് ലൈറ്റിംഗ് കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ എയർ സർക്കുലേഷൻ്റെ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നമുക്ക് നല്ലൊരു ജീവിക്കാൻ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഈ വീടിനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. വാസ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ദോഷത്തിന് വേണ്ടിയുള്ള സംഭവമല്ല. പ്രകൃതിക്ക് അനുകൂലമായിട്ട് അത് നല്ല രീതിയിൽ മാത്രം കണ്ടാൽ മതി. അതേപോലെ ലൈറ്റിങ്ങും കറക്റ്റായിട്ട് വരുന്ന രീതിയിലും
അതുപോലെ കിച്ചണിലാണെങ്കിലും കിഴക്ക് വശത്തു നിന്നുള്ള ലൈറ്റ് കിച്ചണിൽ വരുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്.